ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്തയാണത്. കാരണം ഏറ്റവും ഒടുവിൽ അവര് മംഗലാപുരത്ത് എത്തിയിരുന്നു എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് അവരെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു. അപ്പൊ അവര് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ഇത്ര വേഗം വിട്ടുപോകുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മള്. വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ജാനകിയുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഇവിടെ വരാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, അതായത് സിനിമ സംഗീത ജീവിതത്തിൽ ധാരാളം പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ജാനകിയമ്മയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ അവർ പുലർത്തിയിരുന്ന സുതാര്യത, സ്നേഹം ഒക്കെയാണ്. നമ്മളിപ്പോ ഒരു വലിയ കലാകാരിയെ കുറിച്ച് പറയുമ്പോൾ അവരവരുടെ മേഖലയിൽ വളരെ പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ അതേസമയം ഒരു നല്ല കലാകാരനോ കലാകാരിയോ നല്ല വ്യക്തിയാവണമെന്നില്ല. പക്ഷെ ജാനകിയമ്മ ഇതിന്റെ ഒരു അപവാദമായിരുന്നു. കാരണം അവർ നല്ലൊരു ഗായികയായിരുന്നു, അതിലുപരി നല്ലൊരു വ്യക്തിയായിരുന്നു. വളരെ ഉള്ളിൽ സ്നേഹം മാത്രം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമാ സംഗീത രംഗം എന്ന് പറയുന്ന ഒരു മത്സരത്തിന്റെ മേഖലയാണ്. പക്ഷെ ഒരിക്കലും ആരോടും മത്സരിക്കാൻ നിൽക്കാത്ത ഒരാളായിരുന്നു. ഒരു എതിരാളി എന്ന് പറയപ്പെടുന്ന ഒരു ഗായിക വന്നാൽ പോലും അവരെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു അവരുടേത്. അങ്ങനെയുള്ള കലാകാരികൾ വളരെ അപൂർവമാണ് ഇന്നത്തെ കാലം. മലയാളികളോട് ഒരു വലിയൊരു ആത്മബന്ധം അവർക്കുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മം, ഇനിയൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ മലയാളിയായിട്ട് ജനിക്കാനാകുമോ ജാനകിയമ്മ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് എന്റെ ചോദ്യം തള്ളിക്കളയുണ്ടായത്. അവര് പറഞ്ഞു, അതെങ്ങനെ, ഈ ജന്മം തന്നെ ഞാൻ മലയാളിയല്ലേ, ഈ ജന്മം തന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ കുടുംബാംഗമാണ്, അതുകൊണ്ട് ഇനിയൊരു ജന്മത്തിൽ മലയാളിയാവുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. മാത്രമല്ല പല അനുഭവങ്ങൾ, സ്വകാര്യ ജീവിതത്തിലെ പല അനുഭവങ്ങൾ അവർ പങ്കുവെച്ചത് ഓർക്കുകയാണ്. അവര് ഒരിക്കൽ അമേരിക്കയിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയ സമയത്ത് ഒരു സുദീർഘമായ ഒരു അബോധാവസ്ഥയിലേക്ക് പോയി. ആ അബോധാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഉറക്കമുണർന്ന സമയത്ത് അവർ കേൾക്കുന്ന അവരുടെ തന്നെ പാട്ടാണ്, സൂര്യകാന്തി എന്ന് പറയുന്ന പാട്ടാണ് അവർ കേൾക്കുന്നത്. നോക്കുമ്പോൾ അവർക്ക് ചുറ്റും അവിടുത്തെ നഴ്സുമാർ, മലയാളികളായ നഴ്സുമാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ നഴ്സുമാരെല്ലാവരും കൂടി ഈ പാട്ട്, ജാനകിയമ്മയുടെ പാട്ട് പാടുകയാണ്. അപ്പോൾ സ്വന്തം നാട്ടിലെത്തിയ പോലെ തോന്നി എന്ന് അവർ പറയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം മലയാളികൾക്ക് വലിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കണം മലയാളത്തിലാണ് അവർക്ക് ഏറ്റവും അധികം അംഗീകാരങ്ങൾ നേടിയിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് പത്മ അവാർഡ് കൊടുത്തില്ല. പത്മഭൂഷൺ പ്രഖ്യാപിച്ച് വളരെ വൈകിട്ടാണ് അത് അവരെ നിരസിക്കുകയാണ് ഉണ്ടായത്. അതൊരു വലിയൊരു ദുഃഖമായിട്ട് അവശേഷിക്കുന്നു.